പൗരത്വ നിയമ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമത്തെ എതിർക്കുന്ന കാര്യത്തിൽ കേരളം ആകെ ഒന്നിച്ചു നിൽക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്ന് പാളയം ഇമാം ഡോക്ടർ വി. സുഹൈബ് മൗലവി പറഞ്ഞു. മലയാളികൾക്ക് ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടാണ്, അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൗരത്വ നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പലവട്ടം സർക്കാർ ആവർത്തിച്ചതാണ്. അതുതന്നെയാണ് ഇപ്പോഴും അടിവരയിട്ട് പറയാനുള്ളത്. നിയമത്തെ എതിർക്കുന്ന കാര്യത്തിൽ കേരളമാകെ ഒന്നിച്ചു നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള ഈ നീക്കം ഒറ്റക്കെട്ടായി എതിർക്കപ്പെടണമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടിയിൽ വ്യക്തമാക്കിയിരുന്നുവെന്നും ആ ഉറപ്പിൽ വിശ്വസിക്കുന്നുവെന്നും പാളയം ഇമാം ഡോക്ടർ വി. സുഹൈബ് മൗലവി പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി വിവേചനവും ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CAA അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും ഇമാം വ്യക്തമാക്കി. പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഭരണഘടനയ്ക്ക് തന്നെ എതിരായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം അതിൽ അടങ്ങിയിരിക്കുന്നത് ഒരു വിവേചനമാണ്. നമ്മുടെ ഭരണഘടന എല്ലാത്തരം വിവേചനങ്ങൾക്കും അതീതവും എല്ലാത്തരം വിവേചനങ്ങൾക്കും എതിരാണ്. അതുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ്. വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കാൻ മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അത് നേട്ടമാകും. അതേസമയം ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ കണ്ടുകൊണ്ടുള്ള നടപടി തന്നെയായിരിക്കും കോൺഗ്രസിന്റെയും BJPയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം.